ഹലോ ഗായ്സ്, എന്തൊക്കെ മക്കളെ വർത്താനം? സുഖമല്ല എല്ലാവർക്കും? അപ്പം ഇന്ന് ഞാനും ജസ്ലിൻ പോണത് ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു ഷൂട്ട് ഉണ്ട്. അതിനു വേണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ചാവിട്ട് തിരിച്ചാൽ പെട്ടെന്ന് കറങ്ങണ ബൊമ്മന്റെ മാരിക്ക് പെട്ടെന്ന് എക്സ്പ്രഷൻ മാറ്റുന്ന ജസ്ലിനെ അപ്പം കണ്ടോളി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി. നേരത്തെ ഷർട്ടായിരുന്നു, ഇപ്പം ടീഷർട്ടാക്കി. അപ്പം നമ്മൾ ഷൂട്ട് വരുന്നത് നോമ്പ് തുറന്നിട്ടാട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് നോമ്പ് തുറക്കണമല്ലോ. അപ്പോൾ അതിന് മുൻകൂട്ടി ഞാൻ ഡൽഹിയിൽ 2 സീറ്റ് ബുക്ക് ചെയ്തിരിക്കണം, എനിക്കും ജസ്ലിക്കും. അപ്പോൾ ജസ്ലിൻ്റെ കുറേ കാലത്ത് ആഗ്രഹിക്കുന്നു ഡൽഹിയിൽ ഒന്ന് പോകണം. എല്ലാവരും വലിയ ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പോയോക്കാം. ഞാൻ ഇതുവരെ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നുള്ളൂ, ഇതുവരെ കയറിയിട്ടില്ല. അപ്പം നമുക്കൊന്ന് കയറി നോക്കാം, സംഭവം എങ്ങനെയുണ്ട് നോക്കട്ടെ. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം എന്നിട്ട്. നമ്മൾ ഇതിൽ കൂടി പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മോശം നമുക്ക് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയോക്കാട്ടോ. ശരിക്കും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം, കാരണം അപ്പോഴുള്ളൂ ഇങ്ങോട്ട് വന്നാലും മുതലാകുള്ളൂ. കാരണം ഇപ്പം നമ്മൾ നോർമലി തീരെ ഫുഡ് കഴിക്കൂല. നോമ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര നമ്മൾ ഫുഡ് കഴിക്കൂല എന്നൊക്കെ. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു പേര് ഇങ്ങനെ കയറി കാണുന്നത്, മിസ്റ്റർ റാഷിദ് അലി ബാബ എന്നൊക്കെ. ഏത് വൈബ്! നോമ്പിന് ഇവിടെ വേഗം ബുക്കിംഗ് ഫുള്ളാവും. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ബുക്കിംഗ് ഒരു വിധമൊക്കെ ഫുള്ളായിക്കണം. പിന്നെ എങ്ങനെയൊക്കെ പഠിച്ചവൻ്റെ ക്രിബോണ്ടൊക്കെ കിട്ടിയതാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നോമ്പൊക്കെ തുറന്നു ഓല ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. അതൊക്കെ കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എന്താണെന്നറിയില്ല, നോമ്പിന് നമ്മൾ ഒരു പച്ചവെള്ളം നോമ്പ് തുറക്കുമ്പോൾ കുടിച്ചാൽ തന്നെ നമ്മളെ വയറ് അത്രയും ഇതിൽ നിറയും. അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ ഫുഡ് കഴിച്ചു. കാരണം അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മൾ ഷൂട്ടിന് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് പത്തിരി ഇതൊക്കെയാണ്. ജസ്റ്റിക്ക് പിന്നെ പത്തിരി ഇതൊന്നും പറ്റൂല. അപ്പോൾ ഓൾക്കില്ല ഫ്രൈഡ് റൈസ് ഇപ്പം തന്നെ വരും. ഞാൻ പത്തിരിയും കോഴിക്കറിയാണ്. നമുക്ക് എവിടെ പോയാലും പത്തിരിയും കോഴിക്കറി. പിന്നെ ആ മറ്റേ സാധനമുണ്ട്, അതിൻ്റെ പേരെന്താ എനിക്ക് കറക്റ്റൊന്നും അറിയില്ല. ഒരു ബുക്ക് ചെയ്തപ്പോൾ ഞാൻ അത് കൊടുത്തോളി എന്ന് പറഞ്ഞു. ഇതെന്താ പേരൊന്നും അറിയില്ല, പക്ഷേ അടിപൊളി സാധനം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അവിടുന്ന് നോമ്പൊക്കെ തുറന്നിട്ട് നമ്മൾ നേരെ നമ്മളെ ഷൂട്ടിന് പോകും. ഷൂട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ജസ്ലിയോട് 4 നടത്തമൊക്കെ നടക്കാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അതിൻ്റെ ആ നടത്തങ്ങളാണ് ഈ നടക്കുന്നത്. അപ്പം ഇനി എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.